പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ ടി.പി. സെൻകുമാർ സമർപ്പിച്ച പരാതിയിന്മേൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിന് കൂടുതൽ സമയം അനുവദിച്ചു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് സമയം അനുവദിച്ചത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, പറയൂ. രാവിലെ AG അഡ്വക്കേറ്റ് ടി.പി. സുധാകര പ്രസാദ് തന്നെയാണ് സർക്കാരിന് വേണ്ടി CIT സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഹാജരായത്. അദ്ദേഹം ഒരു മാസത്തെ സമയമാണ് ഇത് സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിന് സർക്കാരിന് ഒരു മാസത്തെ സമയമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ സെൻകുമാറിന്റെ അഭിഭാഷകൻ അതിനെ എതിർത്തു. ഉടൻ വാദം കേൾക്കണം എന്ന നിലപാടായിരുന്നു സെൻകുമാറിന്റെ അഭിഭാഷകൻ സ്വീകരിച്ചത്. ഒടുവിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഈ മാസം 24-ലേക്ക് ഈ മാസം 24-ലേക്ക് ആ കേസ് മാറ്റിവെക്കുകയായിരുന്നു. പോലീസ് സേന മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയ നടപടി റദ്ദാക്കണം, തന്നെ DGP പദവിയിൽ തുടരാൻ അനുവദിക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സെൻകുമാർ സമീപിച്ചത്. അത് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഹർജി ഫയൽ ചെയ്തിരുന്നു. ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കാൻ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ AG തന്നെ സർക്കാരിന് വേണ്ടി നേരിട്ട് ഹാജരായി. അതിൽ പ്രധാനപ്പെട്ട വിഷയം സുപ്രീം കോടതി വിധിയുണ്ട്. സുപ്രധാന പോലീസ് പദവികളിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്നവരെ മാറ്റുന്നത് കുറഞ്ഞത് 2 വർഷമെങ്കിലും തുടരാൻ അനുവദിക്കണം എന്നൊരു സുപ്രീം കോടതി ഉത്തരവുണ്ട്. അതിന്റെ ലംഘനം കൂടിയാണ് എന്നൊരു ആക്ഷേപം സെൻകുമാർ ഹർജിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഇത് സംബന്ധിച്ച് സർക്കാരിന് വിശദീകരണം നൽകേണ്ടതുണ്ട്, വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതുണ്ട് എന്നാണ് AG കോടതിയിൽ പറഞ്ഞത്. അതനുസരിച്ചാണ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ 2 ആഴ്ചത്തേക്ക് സമയം അനുവദിച്ചത്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്. റിസർവ് ബാങ്ക് പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ചു. നിരക്കുകളിൽ മാറ്റമില്ല എന്നതാണ് പുതിയ റിസർവ് ബാങ്ക് വായ്പാ നയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ചേർന്ന ധനകാര്യ യോഗത്തിന് ശേഷമാണ് റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചത്. നിരക്കുകളിൽ മാറ്റമില്ലാതെ ക്യാഷ് റിസർവ് റേഷ്യോ, ഒപ്പം തന്നെ മറ്റ് നിരക്കുകളിൽ മാറ്റമില്ലാതെയാണ് റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ ബാങ്ക് ധനകാര്യ പദ്ധതികൾക്ക് റിസർവ് ബാങ്ക് മുന്നിട്ട് ഇറങ്ങിയില്ല എന്നാണ് ഇന്നത്തെ വായ്പാ നയത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അടുത്ത വാർത്തയിലേക്ക്. മലപ്പുറത്ത് മാങ്ങാട്ടുമുറി LP സ്കൂൾ അടച്ചുപൂട്ടി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. സ്ഥലത്ത് SFI പ്രവർത്തകരുടെ പ്രതിഷേധം. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? സുരരാജ, മലപ്പുറം ഒളവട്ടൂർ മങ്ങാട്ടുമുറി ALP സ്കൂളാണ് ഇന്ന് രാവിലെ അടച്ചുപൂട്ടിയത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. സ്കൂൾ രേഖകൾ ഏറ്റെടുക്കാൻ രാവിലെ 7 മണിക്ക് AEO എത്തി. ഇവരെ നാട്ടുകാരും രക്ഷിതാക്കളും SFI പ്രവർത്തകരും ചേർന്ന് തടയുകയായിരുന്നു. ഇത് പ്രദേശത്ത് വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. SFI പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് ശേഷമാണ് സ്കൂൾ രേഖകൾ ഏറ്റെടുത്തത്. വലിയ പ്രതിഷേധമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സ്കൂൾ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ ഏറ്റെടുത്ത് AEO മടങ്ങി. പ്രധാന അധ്യാപകനെ AEO വിളിപ്പിച്ചിട്ടുണ്ട്. 10 മണിയോടെ അദ്ദേഹം എത്തി AEO ഓഫീസിലെത്തി ഒപ്പുവെക്കും. ഇതോടെ സ്കൂളിന് താഴെ വീഴും. 68 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സ്കൂളിലുള്ളത്. സ്കൂൾ ലാഭകരമല്ല എന്ന് കാണിച്ച് 2009-ലാണ് സ്കൂൾ മാനേജർ DPIയെ സമീപിച്ചിരുന്നത്. ഇത് DPI തള്ളുകയായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്നുള്ള 5 വർഷത്തെ നീണ്ട നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് സ്കൂൾ മാനേജർക്ക് അനുകൂലമായ ഉത്തരവ് ലഭിച്ചത്. സ്കൂൾ അടച്ചുപൂട്ടുന്നതിനുള്ള ആവശ്യമായ കാലതാമസം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ വകുപ്പിനും ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇതേ തുടർന്ന് കഴിഞ്ഞ 28-ന് സ്കൂൾ ഏറ്റെടുക്കാൻ വേണ്ടി എത്തിയ AEOയും അതുപോലെ പോലീസ് സംഘത്തെയും നാട്ടുകാർ തിരിച്ചയക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ എത്തി സ്കൂൾ പൂട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സ്കൂൾ ഏറ്റെടുക്കാൻ എത്തിയവരെ പ്രതിഷേധക്കാർ പലതവണ മടക്കി അയച്ച സംഭവമാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സ്കൂൾ പൂട്ടിയിരിക്കുന്നു. ഈ വർഷം തന്നെ 19 വിദ്യാർത്ഥികൾ 1-ാം ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. 2 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് സ്കൂളുകളുമില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക രക്ഷിതാക്കൾക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് ഈ സ്കൂൾ പൂട്ടരുതെന്ന ആവശ്യപ്പെട്ട വലിയ ജനകീയ പ്രതിഷേധം ഉയർത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നീണ്ട നിയമ പോരാട്ടം ഇനി ഇതിൽ അവശേഷിക്കുന്നത് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ മലാപ്പറമ്പ് സ്കൂളിലെ ഒരു വിധി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനും സർക്കാരിൽ പുതിയ നിയമനിർമ്മാണം നടത്താനുള്ള സമ്മർദ്ദമുണ്ടാക്കാനുള്ള ശ്രമവുമാണ് സമരക്കാർ ആസൂത്രണം ചെയ്യുന്നത്. SFIയും
യും അതുപോലെ അധ്യാപക സംഘടനയും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ മുന്നിൽ തന്നെയുണ്ട്. വലിയ പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്നു. അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം സ്കൂൾ പരിസരത്ത് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മങ്ങാട്ടുമുറിയിലുള്ളത്. സുരരാജ്. ശരി, KT സ്വാലിഹാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി തള്ളിയതോടെ മലാപ്പറമ്പ് സ്കൂൾ ഇന്ന് അടച്ചുപൂട്ടും. ഇന്നലെയാണ് സ്കൂൾ പൂട്ടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളിയത്. ഇതോടൊപ്പം സ്കൂൾ PTA സമർപ്പിച്ച ഹർജിയും തള്ളിയിരുന്നു. വിനിഷ വൃന്ദാവൻ വിവരങ്ങളുമായി ചേരുന്നു. വിനിഷ, ഇന്ന് സ്കൂൾ പൂട്ടും എന്നാണ് അറിയുന്നത്. വിനിഷ ആ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. AEO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ അധികൃതർ അവിടെ എത്തിച്ചേർന്നോ? എപ്പോഴാണ് സ്കൂളിന് പൂട്ടിടുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് അവർ പോവുക? സുരരാജ്, ഏകദേശം 12 മണിയോടുകൂടി AEO തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി മലാപ്പറമ്പ് AUP സ്കൂളിൽ എത്തിച്ചേരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം 2 ദിവസത്തിനുള്ളിൽ മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇത് പ്രകാരം തന്റെ ഔദ്യോഗിക കൃത്യം നിർവഹിക്കാനായി നാളെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ സ്കൂൾ അടച്ചുപൂട്ടി സ്കൂളിന്റെ അനുബന്ധ രേഖകൾ DEOയെ ഏൽപ്പിക്കേണ്ടതുണ്ട്. ഈ കൃത്യനിർവഹണത്തിനായി സ്കൂൾ ഏറ്റെടുക്കാനും സ്കൂളിന്റെ ഔദ്യോഗിക രേഖകൾ എടുത്ത് സ്കൂൾ പൂട്ടാനുമായി 12 മണിയോട് കൂടി AEO കുസുമം സ്ഥലത്തെത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ജനകീയ പ്രതിരോധ സമിതിയുടെ കഴിഞ്ഞ 60 ദിവസങ്ങളായി, ഇന്ന് 62ാമത്തെ ദിവസമാണ്, കഴിഞ്ഞ 62 ദിവസങ്ങളായി മലാപ്പറമ്പ് AUP സ്കൂളിന് മുൻപിൽ ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമര പരിപാടികൾ അരങ്ങേറി വരികയാണ്. സ്കൂൾ പൂട്ടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ബഹുജനങ്ങൾ സ്കൂളിൻ്റെ മുൻപിൽ സമര പന്തൽ കെട്ടി സമരം നടത്തി വരികയാണ്. ഈ ഒരു സമരസമിതിയുടെ സമരത്തെ എല്ലാം മറികടന്ന് നിലവിൽ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും സ്കൂളിൻ്റെ മുൻപിൽ മഴയെ അവഗണിച്ചു പോലും പ്രതിരോധ സമരം. റിസർവ് ബാങ്ക് പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ചു. വായ്പാ നിരക്കുകളിൽ മാറ്റമില്ല. ഇപ്പോൾ പ്രഖ്യാപനം നടത്തുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. Thank you. Yes. Good morning, everybody. We are here as usual for the post-policy press conference. Straight away to the question, sir. No, I would like to make a statement first. Just a quick review. In our monetary policy statement of April 2016, we said we would watch macroeconomic and financial developments in the months ahead with a view to responding as space opens up. Now, incoming data since then show a sharper than anticipated upsurge in inflationary pressures emanating from a number of food items, as well as a rise in commodity prices. Now, we expect that a strong monsoon, continued astute food management, as well as steady expansion in supply capacity, especially in services, could help offset these upward pressures. But given the uncertainties, the Reserve Bank will stay on hold. However, the stance of monetary policy remains accommodative, and we will monitor macroeconomic and financial developments for any further scope for policy action. We also noted that the transmission of policy into bank lending rates still remains work in progress. We will shortly review the operation of the marginal cost lending rate framework to iron out any issues. And we also believe that timely capital infusion into constrained public sector banks will also aid credit flows. Now, I want to talk about a few other concerns that have been left out of the policy statement. On liquidity, there have been two big concerns. First, on the maturing FCNR-B deposits. Our sense is that the leveraged portion of those deposits, people have borrowed to invest in FCNR-B deposits, that leveraged portion will not be renewed. Therefore, there could be outflows possibly of the order of $20 billion or so. Now, we have covered these outflows in the forward markets. And before the maturation of the deposits, we will take some advanced deliveries in the lead up to the maturity. Now, some counterparties that we have contracts with are apprehensive that they may not be able to deliver easily on the dollars we are owed, and hence there may be some episodes of dollar shortage in the market going forward. This is something we will monitor. We may supply dollars in case of extreme volatility,
but no one should take this for granted. But for sure, we have plenty of dollars that we can supply if necessary. We are also committed to supply short-term rupee liquidity to the extent needed to support our monetary stance. The second concern on liquidity has been a question about how long we propose to take to move from a situation of systemic liquidity deficit to one of close to neutrality. Now, this is something that depends on the market and external conditions. As you know, we've already infused a fair amount of durable liquidity into the markets. In addition, we are seeing some reduction in outstanding cash balances. We will not commit to a time frame by which we will move to a neutral position, but we will be opportunistic in moving the system towards that goal. Finally, on the bank cleanup, we are working together with the government on facilitating the process. There are discussions going on mechanisms that will leave projects with the right capital structures as well as access to credit, with also some incentives for promoters to earn their way out of difficulty. SEBI is also being consulted on these issues. There's also some talk of a variety of funds to invest in stress situations. However, and let me emphasize this, there is no intent to go back to the days of forbearance or reverse the move towards transparent bank balance sheets. Let me stop there. സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നു. സന്തോഷ്, ബാങ്ക് നിരക്കുകളിൽ റിസർവ് ബാങ്ക് മാറ്റം വരുത്താത്ത വായ്പാ നയമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? സന്തോഷ്, റിപ്പോ നിരക്കുകളിലും കരുതൽ ധനാനുപാതത്തിലും മാറ്റമില്ലാത്ത വായ്പാ നയമാണ് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭവന വാഹന വായ്പകൾക്കും മാറ്റമുണ്ടാവില്ല. സന്തോഷ് ചേരുന്നു വിവരങ്ങളുമായി. സന്തോഷ്, പറയൂ. ഒരു വായ്പാ നയ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താൻ ഇടയില്ല എന്ന് നേരത്തെ തന്നെ വ്യവസായ സാമ്പത്തിക രംഗത്തുള്ള പ്രമുഖരെല്ലാം തന്നെയും പ്രവചിച്ചിരുന്നു. പ്രധാനമായും ഈ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തുന്നതിന് റിസർവ് ബാങ്ക് മാനദണ്ഡമായ ചില കാര്യങ്ങൾ. ഒന്ന്, പണപ്പെരുപ്പ നിരക്കാണ്. പണപ്പെരുപ്പ നിരക്ക് കൂടിയ അല്ലെങ്കിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെങ്കിൽ പലിശ നിരക്ക് സ്വാഭാവികമായും കുറക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ പണപ്പെരുപ്പ നിരക്ക് നേരത്തേതിൽ നിന്നും അല്പം കൂടി 5.39% എന്ന നിലയിലാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലിശ നിരക്ക് കുറയ്ക്കുന്നത് മാർക്കറ്റിലേക്ക്, കമ്പോളത്തിലേക്ക് കൂടുതൽ പണത്തിന്റെ ഒഴുക്കുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടാകും. അത് വീണ്ടും പണപ്പെരുപ്പം വർദ്ധിക്കുകയും അവശ്യ സാധനങ്ങളുടെ വില വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പ്രധാനമായും ഇപ്പോൾ പലിശ നിരക്കിൽ മാറ്റം വരുത്താതെയുള്ള ഒരു പ്രഖ്യാപനം റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോ നിരക്ക് 6.5% എന്ന നേരത്തെ ഉള്ള അതേ നിലയിൽ തന്നെ തുടരും എന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ മാസം ചേർന്ന വായ്പാ നയ അവലോകന യോഗം 0.5% കുറവ് മുഖ്യ പലിശ നിരക്കുകളിൽ വരുത്തിയിരുന്നു. അതിനുശേഷം ഇനി ഓഗസ്റ്റിൽ വീണ്ടും വായ്പാ നയ അവലോകന യോഗമുണ്ട്. ഓഗസ്റ്റ് ആകുമ്പോഴേക്കും ഉണ്ടാകുന്ന സാഹചര്യം, ഒന്ന്, മൺസൂണിന്റെ ഈ വായ്പാ നയം പ്രഖ്യാപിക്കുന്ന സമയത്ത് റിസർവ് ബാങ്ക് പരിഗണിക്കുന്ന മറ്റൊരു പ്രധാന മാനദണ്ഡം മൺസൂൺ മഴ എത്ര കണ്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് കാർഷിക മേഖലയിലും അതോടൊപ്പം തന്നെ ചില്ലറ വിൽപ്പന മേഖലയിലും എല്ലാം തന്നെ ഈ മൺസൂൺ മഴ സ്വാധീനം ചെലുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ മൺസൂണിന്റെ അളവ് കൂടി പരിശോധിച്ചുകൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ചേരുന്ന വായ്പാ നയ അവലോകന യോഗം പലിശ നിരക്കുകൾ കുറക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം വീണ്ടും പരിശോധിക്കും. പ്രധാനമായും ഇപ്പോൾ രഘുറാം രാജൻ വ്യക്തമാക്കിയ കാര്യം, ഒന്ന്, 7ാം ശമ്പള കമ്മീഷൻ വന്നതുകൊണ്ട് തന്നെ അത് പണപ്പെരുപ്പ നിരക്ക് വർദ്ധിക്കാൻ അല്ലെങ്കിൽ നാണ്യപ്പെരുപ്പ നിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ബാരലിന് $30 വരെ താഴ്ന്നിരുന്ന ക്രൂഡ് ഓയിലിന്റെ വില അത് $50 അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പണപ്പെരുപ്പ നിരക്ക് വീണ്ടും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താനുള്ള ശരി. ഇപ്പോൾ ദില്ലിയിൽ VM സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ്. ശബ്ദ സംപ്രേഷണത്തിലേക്ക് ആലോചിച്ച്, കാരണം ഒരു തരത്തിലും അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരുമായി ആലോചിച്ച് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രവർത്തനക്ഷമതയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായൊരു പുനഃക്രമീകരണം വരുത്തി വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക്
ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടിയെ കൂടുതൽ സജ്ജമാക്കുക, ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുക, ജനപക്ഷത്തു നിന്ന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഈ രീതിയിൽ പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതലായി മുന്നോട്ട് പോകും. അതിന് എല്ലാവരുമായിട്ടുള്ള കൺസൾട്ടേഷനോടുകൂടി തന്നെ യോജിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അല്ല, നേരത്തെ അങ്ങനെയല്ല. ഏതെല്ലാം അത് വിശദമായി പരിശോധിച്ചു മുതിർന്ന നേതാക്കൾ എല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് തന്നെ ആലോചിച്ച് ഏതെല്ലാം തലത്തിലാണ് വേണ്ടിയുള്ള ഒരു ക്രിയാത്മകമായ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനമായും വന്നിട്ടുള്ളത്. ഈ പാളിച്ചകൾ സംഭവിച്ച DCCകൾ ഉൾപ്പെടെ അല്ല, അതായത് ഒരു കാതലായ ഒരു മാറ്റം തന്നെ സംഘടനാ തലത്തിൽ വരുത്തണം എന്നുള്ള നിർദ്ദേശമാണ് PCC എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അത് ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാവരുമായും ഡിസ്കസ് ചെയ്തുകൊണ്ട് എവിടെയാണ് നമ്മുടെ വീക്ക്നെസ്, എവിടെയാണ് പോരായ്മ, ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് പൂർവാധികം ശക്തമായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുകയും, പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്നത് സമരങ്ങളുടെ നാളുകളാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പെട്രോൾ, ഡീസൽ, കുക്കിംഗ് ഗ്യാസ് അതിൻ്റെയൊക്കെ വില വർധനവിനെതിരായി വരുന്ന 20-ാം തീയതി കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ധർണ വെച്ചിട്ടുണ്ട്. KPCC നിർവാഹക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെതിരെ നടത്താൻ പോകുന്ന സമരത്തിൻ്റെ നല്ലൊരു തുടക്കമാണ്. ആ സമരം കേന്ദ്ര സർക്കാരിനെതിരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നത്. നിർഭാഗ്യവശാൽ സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷവും രാഷ്ട്രീയ തലത്തിലുള്ള അക്രമങ്ങൾ നിൽക്കുന്നില്ല, അക്രമങ്ങൾ തുടരുകയാണ്. ഏറ്റവും അവസാനം ഇന്നലെ പത്തനാപുരത്ത് കോൺഗ്രസ് ഓഫീസിന് നേരെ അക്രമമുണ്ടായി, കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അക്രമമുണ്ടായി. വളരെയേറെ അപലപനീയമായ നടപടിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കേരളത്തിൽ തുടങ്ങിയ അക്രമ പ്രവർത്തനങ്ങൾ നിർബാധം തുടരുന്നു. കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ UDFൻ്റെ പ്രവർത്തകർക്ക് നേരെ, ഓഫീസുകൾക്ക് നേരെ അക്രമങ്ങൾ തുടരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അനുഭാവികളുടെ കാറ് കത്തിച്ച സംഭവം പയ്യന്നൂർ കോളേജിലെ അധ്യാപകരായിട്ടുള്ള ടീച്ചേഴ്സായിട്ടുള്ള 2 പേരുടെ ഡോക്ടർ പ്രജിത, പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ, ഇവരുടെ കാറുകൾ കത്തിച്ചു. ഞാനവിടെ പോയിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയും അവിടെ പോയിരുന്നു. ആ സംഭവത്തിൽ ഇതുപോലെ കേസെടുത്തിട്ടില്ല. അതുപോലെ തന്നെ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള രോഹിൽനാഥിൻ്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറ് കത്തിച്ചു, നടപടി ഉണ്ടായിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ തന്നെ ഏതാണ്ട് 60ഓളം സ്ഥലങ്ങളിൽ UDFനും കോൺഗ്രസിനും നേരെ അക്രമമുണ്ടായിട്ടുണ്ട്. അതുപോലെ 1-2 ജില്ല ഒഴിച്ചാൽ മറ്റു ജില്ലകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനത്തേതാണ് പത്തനാപുരത്ത് കോൺഗ്രസ് ഓഫീസിന് നേരെ, കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അക്രമം. മുഖ്യമന്ത്രി എല്ലാവരെയും ഒന്നിച്ചു കാണുമെന്നാണ് പറഞ്ഞത്, ഒന്നായി കാണും, ക്രിമിനൽ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഏതെല്ലാം തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുക. നിർഭാഗ്യവശാൽ അക്രമ സംഭവങ്ങളിൽ ഫലപ്രദമായ നടപടികൾ ഇതേവരെ വന്നിട്ടില്ല. UDFനും കോൺഗ്രസിനും നേരെയുള്ള അക്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ CPMും BJPയിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വേറെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അക്രമം ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും അതിനെ അമർത്തുക, അത് മുഖം നോക്കാതെ നടപടി സ്വീകരിച്ച് അക്രമത്തിന് അറുതി വരുത്തുക എന്നുള്ളതാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിൻ്റെ മുന്നിലെ ഏറ്റവും മുഖ്യമായ അജണ്ടയാകേണ്ടത്. നിർഭാഗ്യവശാൽ അതുവരെ നടന്നിട്ടില്ല. അത് ഞങ്ങൾ വാച്ച് ചെയ്യുകയാണ്. ഇനിയും നീണ്ടുപോയാൽ, നടപടികൾ നീണ്ടുപോയാൽ അതാത് തലങ്ങളിൽ നീതിക്ക് വേണ്ടി ശക്തമായ പോരാട്ടം നടത്തേണ്ടി വരും. ഈ തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ മുല്ലപ്പെരിയാർ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വളരെ വിരുദ്ധമായിരുന്നു. സംസ്ഥാന നിയമസഭ പലതവണ ആവർത്തിച്ച് അംഗീകരിച്ച നിലപാട്, സർവകക്ഷി യോഗങ്ങളിൽ പലപ്പോഴും പല സർവകക്ഷി യോഗങ്ങളിലും ആവർത്തിച്ച് അംഗീകരിച്ച നിലപാട്, കേരളത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസ്താവനയിൽ പ്രകടമായത്. അത് പിന്നീട് ജനകീയ സമ്മർദ്ദം തുടർന്ന് അദ്ദേഹം തിരുത്തി. പക്ഷേ തിരുത്തിയെങ്കിലും അതുണ്ടാക്കിയ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു സർവകക്ഷി യോഗം തന്നെ വിളിച്ചുകൂട്ടി കേരളത്തിൻ്റെ മുല്ലപ്പെരിയാർ സംബന്ധിച്ച ആ നിലപാട് ആവർത്തിച്ച് പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇതേവരെ
സർവകക്ഷി യോഗം വിളിക്കുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല. ഈ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയൊക്കെ നേതൃസ്ഥാനത്ത് KPCCയുടെ നേതൃസ്ഥാനത്ത് താങ്കൾ തന്നെ ഉണ്ടാകും? അല്ല, തീർച്ചയായും KPCC നേതൃത്വം കൊടുക്കും. എല്ലാവരുമായും പാർലമെൻ്ററി പാർട്ടിയും മറ്റ് പോഷക സംഘടനകളും എല്ലാവരുമായി യോജിച്ചുകൊണ്ട് തന്നെ ഈ സമരങ്ങൾക്ക് KPCC നേതൃത്വം കൊടുക്കും. പക്ഷേ സമരത്തിന് വേണ്ടി സമരം എന്നുള്ളതല്ല, ക്രിയാത്മകമായ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ ശക്തമായി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അതിന് KPCC നേതൃത്വം കൊടുക്കും. അതിന് പാർട്ടിയെ കൂടുതൽ സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ഇനി ഏർപ്പെടുന്നത്. ഈ നേതൃമാറ്റം എന്ന് പറയുന്നത് അഭ്യൂഹങ്ങൾ, റിപ്പോർട്ടുകൾ, എവിടെ എന്തെങ്കിലും ചർച്ച? അതൊന്നും ഒരു ചർച്ചാ വിഷയമായിട്ടില്ല. കഴിഞ്ഞ KPCC നിർവാഹക സമിതിയിൽ തന്നെ ഇത് സംബന്ധിച്ച് യാതൊരു ചർച്ചയും വന്നിട്ടില്ല എന്നുള്ളത്, സാന്ദർഭികമായ ചില പരാമർശങ്ങൾ ഉണ്ടാകാം എന്നുള്ളതല്ലാതെ ഇതൊരു പൊതുവായ അഭിപ്രായമായി അങ്ങനൊരു സംഗതിയേ വന്നിട്ടില്ല. തന്നെയുമല്ല, അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതകൾക്ക് നിരക്കുന്നതുമല്ല എന്ന് പലതവണ ആവർത്തിച്ചാണ്. യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാത്ത ആളുകൾ വരെ ചർച്ചയിൽ പങ്കെടുത്തതായും അഭിപ്രായം പറഞ്ഞതായിട്ടും വാർത്തകൾ വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഇതിനകത്തൊക്കെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മനം നൊന്ത് പ്രയാസപ്പെടുന്ന പാർട്ടി പ്രവർത്തകരെയും മുന്നണി പ്രവർത്തകരെയും പാർട്ടിയെയും മുന്നണിയെയും സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങളെയും നിരാശപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. ജനങ്ങളുടെ UDFിനെ അനുകൂലിക്കുന്ന, പാർട്ടിയെ അനുകൂലിക്കുന്ന ജനവിഭാഗങ്ങളുടെ മനോവീര്യം ഉയർത്തിക്കൊണ്ട് തന്നെ അവരുടെ പൂർണ്ണമായ സഹകരണത്തോടു കൂടി അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അനീതിക്കെതിരെ, അക്രമത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭണ പരിപാടികളുമായി പോകേണ്ട സമയത്ത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഈ കാതലായി പൊളിച്ചെടുത്ത് എന്ന് പറഞ്ഞപ്പോൾ KPCCക്ക് ബാധകമാകില്ല? അല്ല, അതൊക്കെ വേണ്ട തലങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ബൂത്ത് തലം മുതൽ ഏതൊക്കെ തലങ്ങളിൽ വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ തന്നെ ഇരുന്ന് പരിശോധിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കും. ഇല്ല, അല്ല, KPCC ഇപ്പോൾ തന്നെ 4 മേഖലാ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. KPCC നിർവാഹക സമിതിയിൽ വന്ന പരാതികൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രവർത്തന മേഖല സജ്ജമായി ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു നയരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടി മറ്റൊരു ഉപസമിതിയെയും നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം 3 ആഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കണമെന്നാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അത് വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ തയ്യാറാക്കി മുന്നോട്ട് പോകും. VM സുധീരൻ ദില്ലിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സംസ്ഥാന കോൺഗ്രസിൽ നേതൃപരമായ മാറ്റം വേണമെന്നാണ് കോൺഗ്രസിൽ ഉയർന്നു വന്നിട്ടുള്ള ചർച്ചയും തീരുമാനവുമെന്നാണ് സുധീരൻ മാധ്യമങ്ങളെ അറിയിച്ചത്. ഇന്ന് ഹൈക്കമാൻഡ് നേതാക്കളെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും സുധീരൻ അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സുധീരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് AI ഗ്രൂപ്പ് നേതാക്കൾ ഹൈക്കമാൻഡ് നേതൃത്വത്തെ കാണും. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദില്ലിയിൽ അല്പസമയം മുൻപാണ് VM സുധീരൻ മാധ്യമങ്ങളോട് സംസ്ഥാന കോൺഗ്രസിലെ നേതൃപരമായ മാറ്റം സംബന്ധിച്ച വിശദാംശങ്ങൾ പങ്കുവച്ചത്. KG ദിനകർ ചേരുന്നു. ദിനകർ, KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സുധീരനെ മാറ്റണം എന്ന മുറവിളി ഗ്രൂപ്പ് ഭേദമന്യേ ഉയർന്നു വന്നിരിക്കുകയാണോ? സുധീരൻ്റെ KPCC പ്രസിഡന്റ് പദം സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണോ? സുരരാജ്, കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വേണം നമുക്ക് KPCC അധ്യക്ഷൻ VM സുധീരനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ പാർട്ടിയിൽ അടിയന്തര പുനഃസംഘടന വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും A ഗ്രൂപ്പും I ഗ്രൂപ്പും ഹൈക്കമാൻഡിനെ കാണാൻ പോകുന്നു. 2 ദിവസത്തിനുള്ളിൽ ഹൈക്കമാൻഡിനെ കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയുടെയും ഒപ്പം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും ആശീർവാദത്തോടു കൂടിയാണ് ഇവർ കാണുക. K സുധാകരൻ്റെ നേതൃത്വത്തിലാവും ഹൈക്കമാൻഡിനെ കാണുക എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് 2 ദിവസത്തിനുള്ളിൽ ഹൈക്കമാൻഡിനെ കണ്ട് തങ്ങളുടെ ആവശ്യം A ഗ്രൂപ്പും I ഗ്രൂപ്പും ഉന്നയിക്കും. KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിലും സുധീരൻ മാറണമെന്നുള്ള ആവശ്യം ഉയർന്നു എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യം ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സുധീരൻ്റെ നിലപാടുകൾ കാരണമായിട്ടുണ്ട്.
എന്നും അവർ ചൂണ്ടിക്കാട്ടും. കാരണം മദ്യനയം അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സുധീരൻ നടത്തിയ പരാമർശങ്ങൾ അത് LDFന് വലിയ തോതിൽ ഗുണകരമായി, അത് അവർ ആയുധമാക്കുകയും ചെയ്തു. അതിലൂടെ വലിയ തിരിച്ചടിക്ക് ഇടയാക്കിയെന്നും ഉള്ള നിലപാടാണ് A ഗ്രൂപ്പിനും I ഗ്രൂപ്പിനും ഉള്ളത്. സുധീറിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ A ഗ്രൂപ്പും I ഗ്രൂപ്പും പയറ്റുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് K സുധാകരന്റെ നേതൃത്വത്തിൽ 2 ദിവസത്തിനകം ദിനകർ തിരികെ വരാം. സുധീരൻ അല്പസമയം മുൻപാണ് ഈ കാര്യങ്ങളെ ഒക്കെ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അതിന്റെ വിശദാംശങ്ങൾ നൽകാനായി മനു ശങ്കരൻ ചേരുകയാണ്. മനു, എന്തൊക്കെയാണ് സുധീരൻ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചത്? മനു പറയൂ. സ്വരാജ്, നിലവിൽ KPCC ഒരു നേതൃമാറ്റത്തിലേക്ക് പോകുന്നില്ല എന്ന സൂചനകൾ തന്നെയാണ് സുധീരൻ നൽകിയത്. കൂടാതെ ഇതോടൊപ്പം സംഘടനാ തലത്തിൽ ഒരു പുനഃസംഘടന എന്ന കാര്യം ചർച്ച ചെയ്തിരുന്നു. ഇത് രാഹുൽ ഗാന്ധിയുമായി പങ്കുവച്ചു. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്ന സൂചനകളും സുധീരൻ നൽകുകയുണ്ടായി. നിലവിൽ KPCC നേതൃമാറ്റം ആവശ്യം വലിയ രീതിയിൽ KPCC എക്സിക്യൂട്ടീവിലടക്കം ഉയർന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് അടക്കം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുന്നോട്ട് വച്ചിരുന്നത്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല ഒപ്പം VM സുധീരൻ തർക്കമാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലേക്കുള്ള ഒരു പരാജയത്തിലേക്ക് വഴിവെച്ചത് എന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം കോൺഗ്രസ് അധ്യക്ഷൻ മുമ്പാകെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഇന്ന് VM സുധീരൻ രാഹുൽ ഗാന്ധിയുമായി ഏകദേശം 1 മണിക്കൂറോളം നീണ്ട ചർച്ച നടത്തിയത്. ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ഇത്തരത്തിലൊരു നേതൃമാറ്റത്തിൻ്റെ ആവശ്യം ഇപ്പോഴില്ല, പകരം സംഘടനാ തലത്തിലൊരു പുനഃസംഘടന പൊളിച്ചെഴുത്തുണ്ടാകും എന്ന സൂചനകൾ തന്നെ VM സുധീരൻ നൽകുകയുണ്ടായി. നിലവിൽ രമേശ് ചെന്നിത്തല ഈ തോൽവിക്ക് ശേഷം രാഹുൽ ഗാന്ധിയെ കണ്ട മാത്രയിലും അറിയിച്ചത് KPCC നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടായിരുന്നു ഇത്തരത്തിലുള്ള തോൽവിയിലേക്ക് വഴിവെച്ചത് എന്നായിരുന്നു അറിയിച്ചത്. എന്നാൽ ഭരണ നേതൃത്വത്തിൻ്റെ ഒരു വീഴ്ച തന്നെയാണ് ഇത്തരത്തിലുള്ള തോൽവിയിലേക്ക് വഴിവെച്ചത് എന്ന രീതിയിലുള്ള സൂചനകൾ നൽകുന്ന ചർച്ചകൾ തന്നെയാണ് രാഹുൽ ഗാന്ധിയുമായി നടത്തിയത്. ഇതിന് ശേഷമുള്ള പ്രതികരണത്തിൽ നിന്നും ഇക്കാര്യങ്ങൾ വ്യക്തമാണ്. അതിനാൽ തന്നെ KPCC ഒരു നേതൃമാറ്റത്തിലേക്ക് പോകുന്നില്ല, പകരം സംഘടനാ തലങ്ങളിൽ ഒരു പുനഃസംഘടന ഉണ്ടാകും, അത് പൊളിച്ചെടുത്തുണ്ടാകും എന്ന് തന്നെയാണ് VM സുധീരൻ ഇപ്പോൾ മാധ്യമങ്ങൾ മുമ്പാകെ അറിയിച്ചിരിക്കുന്നത്. മനു, രാഹുൽ ഗാന്ധിയുമായും ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സുധീരന്റെ പ്രവർത്തനത്തിൽ ഹൈക്കമാൻഡ് ഒരു വിശ്വാസം രേഖപ്പെടുത്തുന്നു എന്നതിന്റെ സൂചനകളാണോ സുധീരന്റെ വാർത്താ സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞത്? തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റുന്നത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോകില്ല എന്നൊരു വിശ്വാസം സുധീരൻ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രകടിപ്പിച്ചുവോ? തീർച്ചയായും സ്വരാജ്, അത്തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയായിരുന്നു ഇതിനുശേഷം മാധ്യമങ്ങൾ മുമ്പാകെ കണ്ടപ്പോഴും VM സുധീരൻ പങ്കുവച്ചത്. നിലവിൽ KPCC എക്സിക്യൂട്ടീവിലടക്കം നിരന്തരം യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം വലിയ രീതിയിൽ യുവ നേതാക്കളടക്കം ആവശ്യപ്പെട്ടിരുന്നതും ഇത്തരത്തിൽ KPCC നേതൃത്വത്തിന് വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അനുവർത്തിക്കുന്നതിലടക്കം വലിയ രീതിയിലുള്ള ഒരു പരാജയം സംഭവിച്ചു. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു കനത്ത പരാജയത്തിലേക്ക് പാർട്ടിയെ നയിച്ചത്. മാത്രമല്ല, ഇരു നേതാക്കളും ഭരണ നേതൃത്വത്തെ കൂടാതെ KPCC നേതൃത്വത്തിനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള തോൽവികളിലേക്ക് വഴിവെക്കുന്നതിന് സാഹചര്യം ഒരുക്കി എന്ന രീതിയിലുള്ള നിലപാടുകളായിരുന്നു യുവ നേതൃത്വമടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നത്. അതിനാൽ തന്നെ ഇതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷ ഇതിനു മുമ്പാകെ രാഹുൽ ഗാന്ധി മുമ്പാകെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുധീരൻ കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ KPCC നേതൃത്വം നൽകുന്നതിന് സുധീരൻ തന്നെ എന്ന നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുന്നു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇനി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി സുധീരൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിലടക്കം നേരത്തെയും രാഹുൽ ഗാന്ധിയും ഒപ്പം സോണിയാഗാന്ധിയും അടക്കമുള്ള കൂടിക്കാഴ്ചയിലും VM സുധീരൻ ആവർത്തിച്ചിരുന്നത് ഇത്തരത്തിൽ ആരോപണ വിധേയരായവരെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്നടക്കം മാറ്റി നിർത്തണമെന്നൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. എന്നാൽ രമേശ് ചെന്നിത്തല ഒപ്പം ഉമ്മൻചാണ്ടി നിലപാടുകൾ ഇതിനെതിരായിരുന്നു. ഈ എതിർ നിലപാടുകളുടെ തിരിച്ചടി അടക്കം ഇന്ന് രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയിൽ സുധീരൻ ചർച്ചയാക്കിയെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായും ഇതേ നിലപാടുകളിലെ തിരിച്ചടി സോണിയാഗാന്ധി മുമ്പാകെ പങ്കുവയ്ക്കും. ഇതിനുശേഷവും ഒരു വ്യക്തമായ ചിത്രം മാധ്യമങ്ങൾ മുമ്പാകെ നൽകാം എന്നൊരു സൂചനയാണ് സുധീരൻ നൽകിയിരിക്കുന്നത്. എന്തായാലും KPCC നേതൃമാറ്റം ഇപ്പോൾ നിലവിലില്ല, പകരം സംഘടനാപരമായ പൊളിച്ചെടുക്കൽ ഉണ്ടാകും എന്ന സൂചനകളും സുധീരൻ നൽകി കഴിഞ്ഞു. ശരി, മനുശങ്കറിലേക്ക് വരാം. KPCC പ്രസിഡന്റ് VM സുധീരന്റെ ദില്ലി സന്ദർശനമാണ് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയും ചർച്ചയുമാകുന്നത്. ഈ വാർത്തയിലേക്ക് തന്നെ വരാം ഒരിടവേളയ്ക്ക് ശേഷം.
തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടിയുള്ള വാർത്താ സമ്മേളനമാണ് അല്പം മുൻപ് സുധീരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ട് നടത്തിയത്. എന്നാൽ സുധീരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റണം, അല്ലെങ്കിൽ നേതൃമാറ്റം ആവശ്യമാണ് എന്ന നിലപാടുയർത്തി AI ഗ്രൂപ്പ് നേതാക്കൾ ഹൈക്കമാൻഡ് പ്രതിനിധികളെ കാണാൻ പോവുകയാണ്. KG ദിനകർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദിനകർ, തൻ്റെ ഭാഗം വിശദീകരിക്കാനും തനിക്ക് ഒരു പിന്തുണ ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകാനും വേണ്ടിയാണ് സുധീരൻ കാലേക്കൂട്ടി തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധികളെ കണ്ടത് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ 2 ദിവസത്തിന് ശേഷം AI ഗ്രൂപ്പുകളുടെ നേതാക്കൾ സുധീരനെതിരെ ആരോപണങ്ങളുമായി സുധീരനെ നേതൃത്വത്തിൽ നിന്നും മാറ്റുന്നതിനുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് അറിയുന്നത്. സുരാജ്, തീർച്ചയായും ദില്ലിയിൽ അദ്ദേഹം ഹൈക്കമാൻഡുമായി സുധീരൻ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ പരാജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അദ്ദേഹത്തെ സുധീറിനെതിരെ കരുനീക്കങ്ങളുമായി A ഗ്രൂപ്പും I ഗ്രൂപ്പും രംഗത്ത് എത്തിയിരിക്കുന്നു. 2 ദിവസത്തിനകം ഹൈക്കമാൻഡിനെ K സുധാകരൻ്റെ നേതൃത്വത്തിൽ A ഗ്രൂപ്പും I ഗ്രൂപ്പും കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുധീറിനെ മാറ്റണമെന്നുള്ള ആവശ്യമായിരിക്കും ഇവർ ഉന്നയിക്കുക. കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുധീരൻ എടുത്ത നിലപാടുകൾ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ സുധീരൻ മാറണം എന്നുള്ള ആവശ്യം ഭൂരിപക്ഷം അംഗങ്ങളും ഉന്നയിച്ചു എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കാര്യം ഹൈക്കമാൻഡിനെ ഇവർ അറിയിക്കും. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ ഉമ്മൻചാണ്ടിയുടെയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും ആശീർവാദത്തോടു കൂടിയാണ് ഇപ്പോൾ സുധീറിനെതിരെ നീക്കം നടക്കുകയും ചെയ്യുന്നത്. സുരാജ്. ശരി ദിനകർ, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, സുധീരന്റെ ഇന്നത്തെ ദില്ലി സന്ദർശനത്തിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വലിയ മാറ്റത്തിന് സാധ്യതയുണ്ട്. പക്ഷേ KPCC പ്രസിഡന്റായി സുധീരൻ തന്നെ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്തരമൊരു പച്ചക്കൊടി ഹൈക്കമാൻഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ സംഭവങ്ങളെയൊക്കെ കാണുന്നത്? സുധീറിനെ അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ ഹൈക്കമാൻഡിന് ആവില്ല. കാരണം കേരളത്തിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒന്നിച്ച് ആവശ്യപ്പെട്ടിട്ടും സുധീറിനെ നിയമിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടും അതിനെ നിരാകരിച്ചുകൊണ്ടാണ് KPCC അധ്യക്ഷനായിട്ട് സുധീറിനെ ഹൈക്കമാൻഡ് നിയോഗിച്ചെന്ന് ഓർക്കുക. അതുകൊണ്ട് ഹൈക്കമാൻഡ് എപ്പോഴും തങ്ങളുടെ സ്വന്തം ആളായിട്ട് തന്നെയാണ് സുധീറിനെ കാണുന്നത്. സുധീറിന്റെ വേറൊരു ഗുണമുള്ളത്, അദ്ദേഹം അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു നേതാവാണ്. കേരളത്തിൽ അഴിമതിയിൽ കുളിച്ച ഒരു മന്ത്രിസഭ, ഒരു ഗവൺമെന്റാണ് പരാജയപ്പെട്ടത് എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിനെ അഴിമതിയില്ലാത്തൊരു നേതാവ്, സുതാര്യമായ വ്യക്തിത്വമുള്ള ഒരാള് എന്ന നിലയിൽ സുധീറിനെ തള്ളിക്കളയാനാവില്ല. പക്ഷേ സുധീറിനാവട്ടെ, അതിന്റെ മറുവശം, ഈ ഗവൺമെന്റ് UDF ഗവൺമെന്റിന്റെ പതനത്തിനും UDFന്റെ പരാജയത്തിനും ധാരാളം വഴിമരുന്നിട്ട ഒരു നേതാവ് കൂടിയാണ് KPCC അധ്യക്ഷൻ. അദ്ദേഹം തന്നെയാണ് പല കാര്യങ്ങളും, ഈ ഗവൺമെന്റ് കൊള്ളസംഘമാണ് ഇവിടെ ഭരിക്കുന്നത് എന്നിവരെ പറഞ്ഞ് ഗവൺമെന്റിനെ ചീത്തയാക്കി പൊതുജനങ്ങളുടെ മുമ്പിൽ അവമതിപ്പുണ്ടാക്കിയതുമൊക്കെയും സുധീരനാണ്. പക്ഷെ അദ്ദേഹം ഈ പരാജയത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറില്ല. ഉമ്മൻചാണ്ടി ആവട്ടെ ഭരണപക്ഷത്തിന്റെ പരാജയത്തിൽ UDFന്റെ പരാജയത്തിൽ ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് ഉമ്മൻചാണ്ടി രാജിവെച്ചപ്പോൾ സുധീരൻ രാജിവെക്കാൻ തയ്യാറില്ല. കാരണം രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ സുധീറിന് കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാവും എന്ന് മറ്റാരെക്കാട്ടി നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് പരാജയത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം എഴുതുന്നില്ല. അദ്ദേഹം കൂടിയാണ് നേതൃത്വം കൊടുത്തതെങ്കിലും അതുകൊണ്ട് ഹൈക്കമാൻഡിന്റെ സപ്പോർട്ട് തേടി തന്നെയാവണം അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത്. അത് ഉറപ്പാക്കിയിട്ടുണ്ടാകും. അതാകാം ഇത് നൽകുന്ന സൂചന. തീർച്ചയായും അതിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ, വിവിധ തലങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ പോകരുത്, ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് വരേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം, ചെറിയ ഇടവേള. സുധീരനെ തൽസ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസിൽ സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ദില്ലിയിൽ നിന്നും ലഭ്യമാകുന്നത്. ഹൈക്കമാൻഡ് ആ വിധത്തിലുള്ളൊരു തീരുമാനത്തിന് പച്ചക്കൊടി കാണിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി മനുശങ്കരൻ ചേരുന്നു. മനു, ഹൈക്കമാൻഡ് ഏത് വിധത്തിലുള്ള ഒരു നേതൃമാറ്റമാണ് ഉദ്ദേശിക്കുന്നത്? സുധീരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനം സേഫാണോ?
സ്വരാജ് VM സുധീരൻ ഇപ്പോൾ 1 മണിക്കൂറോളം നീണ്ട് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾ മുമ്പാകെ തന്നെ സുധീരൻ വ്യക്തമാക്കിയത് KPCC അധ്യക്ഷ സ്ഥാനത്ത് സുധീരൻ തന്നെ തുടരും. പകരം വലിയ രീതിയിൽ ഒരു പാളിച്ചകൾ ബൂത്ത് തലങ്ങൾ മുതൽ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരു പുനഃസംഘടന ഉണ്ടാകണം, സംഘടനാ പരത്തിൽ തന്നെ ഒരു പൊളിച്ചെടുക്കൽ ഉണ്ടാകും എന്നുകൂടി സുധീരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു മാറ്റത്തിന് VM സുധീരന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി പച്ചക്കൊടി കാണിച്ചതായുള്ള സൂചനകളും നൽകി കഴിഞ്ഞു. അതിനാൽ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അധ്യക്ഷ സോണിയാഗാന്ധിയുമായി സുധീരൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു പ്രഖ്യാപനം തന്നെ സുധീരൻ നടത്തിയേക്കുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. നിലവിൽ അതിനാൽ തന്നെ KPCC നേതൃസ്ഥാനത്ത് അധ്യക്ഷ സ്ഥാനത്ത് സുധീരൻ തന്നെ തുടരും. വലിയ രീതിയിൽ ഒരു നേതൃമാറ്റം ആവശ്യമാണ് എന്ന് യൂത്ത് കോൺഗ്രസ് അടക്കം രാഹുൽ ഗാന്ധി മുമ്പാകെ അറിയിച്ചിരുന്നു. എന്നാൽ നിലവിൽ സുധീരൻ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരട്ടെ എന്നൊരു നിലപാടാണ് രാഹുൽ ഗാന്ധിയും അറിയിച്ചത്. നേരത്തെ തന്നെ ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സുധീരൻ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നത് അഴിമതി വിധേയരായവരെ, ആരോപണ വിധേയരായവരെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്നടക്കം മാറ്റി നിർത്തണമെന്നൊരു ആവശ്യമായിരുന്നു സുധീരൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ രമേശ് ചെന്നിത്തല ഒപ്പം ഉമ്മൻചാണ്ടി എന്നിവർ ഈ നിലപാടുകൾ എതിർക്കുകയും ഈ എതിർ നിലപാടിൽ ഏറ്റ കനത്ത തിരിച്ചടിയും ഇന്ന് രാഹുൽ ഗാന്ധി മുമ്പാകെ സുധീരൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിനാൽ തന്നെ നിലവിലെ സുധീരന്റെ നിലപാടുകളെ അനുകൂലിച്ചുകൊണ്ട് സുധീരൻ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് തുടരട്ടെ എന്നൊരു തീരുമാനമാണ് രാഹുൽ ഗാന്ധി കൈക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റു തലങ്ങളിൽ വീഴ്ച സംഭവിച്ച സ്ഥലങ്ങളിൽ താഴെ തലങ്ങളിൽ പോലും പൊളിച്ചെടുക്കൽ ഉണ്ടാക്കാനുള്ള ഒരു അനുമതിയും സുധീരന് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ഉച്ചതിരിഞ്ഞ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിനുശേഷം ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു നിലപാടും VM സുധീരൻ തന്നെ അറിയിക്കും. ശരി, മനുശങ്കരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ശ്രീ ജേക്കബ് ജോർജ്, സുധീരന്റെ വാക്കുകൾക്ക് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ സുധീരൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഹൈക്കമാൻഡിൽ അറിയിച്ചപ്പോൾ അതിന് പിന്തുണ നൽകുന്ന നിലപാടാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ഒരു നേതൃമാറ്റം ആവശ്യമാണ്, നേതൃമാറ്റം വേണമെന്ന നിലയിൽ ഹൈക്കമാൻഡ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ സുധീരനെ നിലനിർത്തും. അങ്ങനെ വരുമ്പോൾ സുധീരൻ പറയുന്ന നേതൃത്വ മാറ്റം ആയിരിക്കില്ലേ നടപ്പിലാക്കാൻ പോവുക? അത് ഏത് വിധത്തിലുള്ളതായിരിക്കും? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സുധീരൻ ഉമ്മൻചാണ്ടിയോടോ രമേശ് ചെന്നിത്തലയോടെയോ ഒത്തു നിൽക്കുന്ന, അവരുമായിട്ട് താതാത്മ്യം പ്രാപ്തി നിൽക്കുന്ന നേതാക്കന്മാരെ കൂടെ ചേർക്കാൻ താല്പര്യപ്പെടുകയില്ല. കാരണം സുധീരനെ അദ്ദേഹം ഇപ്പോഴും ഒരു പിടിവാശിയുടെ ആളാണ്. താൻ പറയുന്നിടത്ത് കാര്യങ്ങൾ നടക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളയാൾ. അപ്പോൾ സുധീരൻ ഒരിക്കലും ഒത്തുതീർപ്പിന് വഴങ്ങുന്ന ആളുമല്ല. രാഷ്ട്രീയത്തിൽ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് ഒത്തുതീർപ്പ്, സമവായം എന്നൊക്കെ. അതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ് സുധീരൻ. അതുകൊണ്ട് തന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ സ്ഥാനത്തിൽ കൊണ്ടുവരാൻ സാധാരണഗതിക്ക് സുധീരൻ തയ്യാറാവൂ. അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അവിടെയും കൈയിടേണ്ടി വരും. രണ്ടാമതൊരു കാര്യം, ഹൈക്കമാൻഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈക്കമാൻഡിന്റെ ഒരു ചോയ്സ് ആയിരുന്നു സുധീരൻ. അതുകൊണ്ട് സുധീരൻ പറയുന്ന കാര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ ഹൈക്കമാൻഡ് ബാധ്യസ്ഥമാണ്. ഹൈക്കമാൻഡ് അത് ചെയ്യും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പുതിയ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വളരെ താല്പര്യമുള്ള നേതാവാണ് VM സുധീരൻ. അത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും പുതിയ തീരുമാനങ്ങളിൽ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. 2 ദിവസത്തിന് ശേഷം AI വിഭാഗം നേതാക്കൾ ഈ ആവശ്യം ഉന്നയിച്ച് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സുധീരനെ തന്നെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് ഹൈക്കമാൻഡ് പ്രതിനിധികളെ കാണാൻ നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതിന് മുൻകൂട്ടി തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി സുധീരൻ ഹൈക്കമാൻഡ് നേതാക്കളെ കാണുന്നതും അനുകൂലമായ ഒരു പിന്തുണ സമ്പാദിക്കുന്നതും. കേരളത്തിലെ കോൺഗ്രസിലുള്ള ഗ്രൂപ്പ് പോരാട്ടത്തിന്റെ ചൂടും വീറും വാശിയും ഒക്കെ സുധീരന് നന്നായിട്ട് അറിയാം. സുധീരനൊക്കെ അങ്ങനെ ഗ്രൂപ്പ് കളിച്ചിട്ടുള്ള ആളാണ്. ഗ്രൂപ്പുകളിൽ കൂടി തന്നെയാണ് സുധീരനെ ഇങ്ങനെ ഈ നിലയിലെത്തിയത്. ഏറ്റവും ഒടുവിൽ ഗ്രൂപ്പ് കളിച്ച് ഗ്രൂപ്പിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്താകുന്ന ഒരു ഘട്ടം വരെ എത്തുകയും ചെയ്തു. ഒരു 10 വർഷത്തോളം അദ്ദേഹം പാർട്ടിയുടെ അടുത്തൊന്നും എത്തിയിട്ടില്ല. ഗൗരീശപട്ടത്തെ വേണ്ടി കഴിയുകയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നത് ഹൈക്കമാൻഡ് ആണ് എന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ സുധീരന് ഈ ഗ്രൂപ്പുകളുടെ ശത്രുത നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഗ്രൂപ്പുകൾ എന്തെങ്കിലും പദ്ധതികൾ തനിക്കെതിരെ ഇട്ടാൽ, ഗൂഢമായ ആലോചനകൾ നടത്തിയാൽ അതിനെ തടയിടുക എന്നതിനു കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ ഡൽഹി യാത്ര നടത്തിയത്. അദ്ദേഹം ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ പ്രീതിയും പിന്തുണയും മേടിക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. KG ദിനകറിലേക്ക്. ദിനകർ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആണ് കാര്യങ്ങളെങ്കിൽ സുധീരന് തൻ്റെ KPCC പദം നഷ്ടപ്പെടില്ല. പക്ഷേ സുധീരൻ പറയുന്ന നിലയ്ക്ക്
പറയുന്ന നിലയിലുള്ള ഒരു നേതൃത്വ മാറ്റവും ഉണ്ടാകാൻ പോകുന്നു. ആ നിലയ്ക്ക് 2 ദിവസത്തിന് ശേഷം ഹൈക്കമാൻഡ് പ്രതിനിധികളെ AI വിഭാഗം നേതാക്കൾ കാണുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? സുരാജ, തീർച്ചയായും സുധീറിനെ നിയമിച്ചത് ഹൈക്കമാൻഡ് തന്നെയാണ്. രാഹുൽ ഗാന്ധിക്ക് സുധീറിനോട് വളരെ അടുപ്പവുമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ സുധീറിനെ മാറ്റുക അത്ര എളുപ്പമാവില്ല. എന്നിരുന്നാൽ പോലും സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഒറ്റക്കെട്ടായി നിന്നാൽ സുധീറിനെതിരെ പടയൊരുക്കം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുധീറിനെ മാറ്റിയില്ല എങ്കിൽ കൂടി തുടർന്നുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ കലാപം രൂക്ഷമാകും, ഗ്രൂപ്പ് പോര് ശക്തമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും. സ്വാഭാവികമായും സുധീരൻ ഇവരോട് എതിർത്ത് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ പിന്തുണ സുധീറിനുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ മാറ്റാൻ കഴിയുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിൽ സ്വാധീനമുള്ള പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയും കൂടി വിചാരിച്ചാൽ സുധീറിനെ മാറ്റുമോ എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം സ്വാഭാവികമായും ഇത് ഉണ്ടാക്കാനിടയുള്ള സാഹചര്യം കോൺഗ്രസിനുള്ളിൽ വലിയ കലാപം തന്നെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ജംബോ കമ്മിറ്റികൾ ഉൾപ്പെടെ പിരിച്ചുവിടണമെന്നുള്ള ആവശ്യവും എ ഗ്രൂപ്പും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ സുധീരൻ്റെ ആളുകളെ കൂടുതൽ തൻ്റെ ഗ്രൂപ്പിലേക്ക് എത്തിക്കുകയും അതുവഴി മറുപക്ഷത്തിന് തിരിച്ചടി കൊടുക്കാനുള്ള സാഹചര്യവുമാണ് സുധീരൻ ഇപ്പോൾ നോക്കുന്നത്. ശരി, KG ദിനകരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. VM സുധീരൻ ദില്ലിയിൽ ഹൈക്കമാൻഡ് നേതാക്കളെ കണ്ടു. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് സുധീരൻ തുടരാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ വലിയൊരു നേതൃത്വ മാറ്റത്തിന് കൂടി സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് ദില്ലിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. പഞ്ചരാഷ്ട്ര സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിലെത്തി. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആണവ വിതരണ ഗ്രൂപ്പിലെ ഇന്ത്യയുടെ അംഗത്വം, പാകിസ്ഥാൻ നിലപാടുകൾ, ഭീകരവാദം എന്നിവ ചർച്ചയാകും. നാളെ അമേരിക്കൻ കോൺഗ്രസിനെ മോദി അഭിസംബോധന ചെയ്യും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, എങ്ങനെയാണ് മോദിയുടെ പരിപാടി? സുരാജ്, അല്പം മുമ്പാണ് നരേന്ദ്രമോദി വാഷിംഗ്ടണിലെത്തിയത്. അദ്ദേഹം അവിടെ അന്തരിച്ച സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവരുടെ ശവകുടീരം സന്ദർശിച്ചു. അവിടെ പുഷ്പാഞ്ജലി നടത്തി. ഇനി അല്പസമയത്തിനകം വൈറ്റ് ഹൗസിൽ വെച്ച് പ്രസിഡന്റ് ഒബാമയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമായും ഭീകരവാദം, പാകിസ്ഥാൻ നിലപാട് ഇക്കാര്യത്തിൽ എന്നിവയാണ് ചർച്ചയാവുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാസം 9-ാം തീയതിയും 24-ാം തീയതിയും ആണവ വിതരണ ഗ്രൂപ്പുകളുടെ ചർച്ച രാഷ്ട്രങ്ങളുടെ യോഗമുണ്ട്. ഇതിൽ അംഗത്വം വേണം എന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. ഈ പഞ്ചരാഷ്ട്ര സന്ദർശനത്തിൽ എല്ലാ രാഷ്ട്രങ്ങളോടും മോദി ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു, ഇന്ത്യയെ പിന്തുണയ്ക്കണം എന്നത്. അമേരിക്കയോടും ഒബാമയോടും ഈ ആവശ്യം ഉന്നയിക്കും. ആണവ വിതരണ ഗ്രൂപ്പിൽ ഇന്ത്യയെ കൂടി രാഷ്ട്രം അംഗത്വം നൽകണം എന്നാണ് ആവശ്യപ്പെടുക. ഇതിന് പിന്തുണ വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ നിലപാട് ഒബാമയും അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, നാളെ അമേരിക്കൻ കോൺഗ്രസിനെ മോദി അഭിസംബോധന ചെയ്തിട്ടുണ്ട്. വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കളെ അമേരിക്ക എങ്ങനെ അവരുടെ അമേരിക്കൻ കോൺഗ്രസിൽ പങ്കെടുക്കാൻ. സന്തോഷ് സർലിംഗ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത് ദില്ലിയിൽ നിന്നും. വിദേശത്തു നിന്നുള്ള കള്ളപ്പണം കൊണ്ടുവരുമെന്ന് അവകാശപ്പെടുന്ന BJP ചുരുങ്ങിയത് പ്രധാനമന്ത്രിയെങ്കിലും ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ടതാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കർണാടകത്തിലെ ഇടതു പാർട്ടികളുടെ സംയുക്ത റാലിയും ബാംഗ്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു യെച്ചൂരി. ഇടതു പാർട്ടികളുടെ ബദൽ ശക്തി രാജ്യത്ത് രൂപപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും യെച്ചൂരി പറഞ്ഞു. CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി, SCCI പൊളിറ്റ് ബ്യൂറോ മെമ്പർ കൃഷ്ണ ചക്രവർത്തി, CPIM കർണാടക സംസ്ഥാന സെക്രട്ടറി ശ്രീരാമ റെഡ്ഡി എന്നിവർ സംസാരിച്ചു. So I said, forget bringing black money, please bring back our Prime Minister so that we can at least question him and make him accountable to the Parliament.